Welcome back to Vidyanagar online class. Through this video, we are discussing some of exterior angles of a polygon. Exercise 3.1-ലെ 7th question. ഓക്കെ, ഇവിടെ ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, ഇവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. ദെൻ 30, 90, എക്സ് വൈ സെറ്റ്, എക്സും വൈയും സെറ്റും കാണണം. ഓക്കെ, സോ ഫസ്റ്റ് എക്സ് കാണാം. നമുക്കറിയുന്ന കാര്യം എന്താ, ഇതെന്താണ്, ഒരു ലീനിയർ പെയർ ആണ്. 90യും ഈ എക്സും കൂടെ എന്താണ്, ലീനിയർ പെയർ ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ സം എന്തായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇങ്ങനെ എഴുതാം, 90 പ്ലസ് എക്സ് ഈക്വൽ ടു എത്രയാണ്, 180 ഡിഗ്രി. 90 പ്ലസ് എക്സ് ഈക്വൽ ടു 180 ഡിഗ്രി ആണെങ്കിൽ എക്സ് എന്തായിരിക്കും, എക്സ് ഈക്വൽ ടു 180 മൈനസ് 90 ഈക്വൽ ടു എത്രയാണ്, 90 ഡിഗ്രി. അപ്പൊ എക്സിന്റെ വാല്യൂ എത്രയാണെന്ന് കിട്ടി, 90 ഡിഗ്രി ആണെന്നുള്ളത് കിട്ടി. ഓക്കെ, ഇനി വൈ. അപ്പോൾ വൈൻ്റെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ തന്ന കാര്യം എന്താ, ഇത് 90 ആണ് തന്നിട്ടുണ്ട്, ഇത് 30 ആണ് തന്നിട്ടുണ്ട്. ഈ തേർഡ് ആംഗിൾ എത്ര തന്നിട്ടുണ്ടോ, ഇല്ല. അങ്ങനെയാണെങ്കിൽ ആദ്യം അത് കണ്ടെത്തണം. നമുക്കറിയാം ഒരു ട്രയാങ്കിളിന്റെ ഇന്റീരിയർ ആംഗിൾ എത്രയായിരിക്കും, ടോട്ടൽ 180 ഡിഗ്രി ആയിരിക്കും. ഒരു ട്രയാങ്കിളിന്റെ ഇന്റീരിയർ ആംഗിൾ സമയം എന്തായിരിക്കും, 180 ഡിഗ്രി. അപ്പൊ ഇവിടെ എന്താണുള്ളത്, 90യും 30 ആണ് ഓൾറെഡി തന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇനി തേർഡ് ആംഗിൾ എത്രയായിരിക്കും, ഈ 90യും 30യും ഇവിടുത്തെ ആംഗിൾ, അത് നമുക്കൊരു എ എന്ന് കൊടുക്കാം. ഓക്കെ, സോ 90 പ്ലസ് 30 പ്ലസ് എ, ഈ സം ഓഫ് ഇന്റീരിയർ ആംഗിൾ ഓഫ് എ ട്രയാംഗിൾ എത്ര ഡിഗ്രിയാണ്, 180 ഡിഗ്രി. വാട്ട് ഇസ് 90 പ്ലസ് 30 ഈക്വൽ ടു 120. 120 പ്ലസ് എ ഈക്വൽ ടു എത്രയാണ്, 180 ഡിഗ്രി. ദെൻ എ ഈക്വൽ ടു എന്തായിരിക്കും, 180 മൈനസ് 120 ഈക്വൽ ടു 60 ഡിഗ്രി. അപ്പൊ ഇവിടുത്തെ ഇന്റീരിയർ ആംഗിൾ എത്ര ഡിഗ്രി ആണെന്ന് കിട്ടി, 60 ഡിഗ്രി ആണെന്നുള്ളത് കിട്ടി. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എക്സ്റ്റീരിയർ എന്തായിരിക്കും, നമുക്കറിയാം ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തതിൽ എത്ര ഡിഗ്രിയാണ്, 180 ഡിഗ്രി. അപ്പൊ നമുക്ക് എന്താ എഴുതാം, 60 പ്ലസ് വൈ ഈക്വൽ ടു 180 ഡിഗ്രി. ദെൻ വൈ ഈക്വൽ ടു എത്രയാണ്, 180 മൈനസ് 60 ഈക്വൽ ടു എത്രയാണ്, 120 ഡിഗ്രി. അപ്പൊ ഇവിടുത്തെ വൈ എത്രയാണെന്ന് കിട്ടി, 120 ഡിഗ്രി ആണെന്നുള്ളത് കിട്ടി. ഓക്കെ, ദെൻ ഇനി സെറ്റ്. അപ്പൊ സെറ്റ് ആകുമ്പോൾ ഈ ഒരു ലീനിയർ പെയർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ എന്താ എഴുതാം, 30 പ്ലസ് സെറ്റ്, 30 പ്ലസ് സെറ്റ് ഈക്വൽ ടു എത്രയാണ്, 180 ഡിഗ്രി. സോ സെറ്റ് ഈക്വൽ ടു എന്തായിരിക്കും, 180 മൈനസ് 30 ഈക്വൽ ടു 120 ഡിഗ്രി. അപ്പൊ ഈ സെറ്റിന്റെ എത്രയാണ് കിട്ടി, 120 ഡിഗ്രി ആണെന്നുള്ളത് കിട്ടി. ഓക്കെ, അപ്പൊ ഇവിടെ ഓർക്കുക, ഓരോ വെർട്ടെക്സിലെയും ഇന്റീരിയറും എക്സ്റ്റീരിയറും കൂടെ ലീനിയർ പെയർ ആയിരിക്കും. അത് രണ്ടും കൂടെ ആഡ് ചെയ്തതിൽ 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇന്റീരിയർ ഓർ എക്സ്റ്റീരിയർ ഏതെങ്കിലും തന്നാൽ നമുക്ക് അടുത്ത് കാണാൻ പറ്റും. ഇവിടെ ഇന്റീരിയർ 90 തന്നിട്ടുണ്ട്. അപ്പൊ 90യും ഇവിടുത്തെ എക്സും കൂടെ ആഡ് ചെയ്ത് 180 ഡിഗ്രി എന്ന് കണ്ടാൽ എക്സിന്റെ വാല്യൂ എത്ര കിട്ടും, 90. ചെക്ക് ചെയ്ത് നോക്കാം. വാട്ട് ഇസ് 90 പ്ലസ് 90, 180 ഡിഗ്രി. ഇനി ഇവിടെ 30 ആണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും, സോറി, 180 മൈനസ് 30 ഈക്വൽ ടു 50 ഡിഗ്രി കേട്ടോ, 150. ഇവിടെ 50 ആണ്, 150 ഡിഗ്രി. 30 പ്ലസ് 150 എത്രയാണ്, 180 ഡിഗ്രി. അതുപോലെ ഇവിടെ 60 പ്ലസ് 120 ഈക്വൽ ടു എത്രയാണ്, 180 ഡിഗ്രി. അവിടുത്തെ ഇന്റീരിയറും എല്ലാ ഇന്റീരിയറും എക്സ്റ്റീരിയറും കണ്ടെത്തി. അപ്പോൾ ഇതിന്റെ സമ്മ് നോക്കാം. ഇതിന്റെ സമ്മ് ഓരോ ഇന്റീരിയറും എക്സ്റ്റീരിയറും നോക്കുകയാണെങ്കിൽ ഒന്ന് 150 ആണ്, പ്ലസ് ഇവിടുത്തെ എത്രയുള്ളത്, ഇവിടുത്തെ എക്സ്റ്റീരിയർ 120, ഇവിടുത്തെ എക്സ്റ്റീരിയർ 90. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കാം. 0 പ്ലസ് 0 പ്ലസ് 0 0, 5 പ്ലസ് 2 7, 7ഉം 9ഉം കൂടെ 16, then 1 plus 1 plus 1 equal to 3. 360 ഡിഗ്രി ആണ് സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ. ഓക്കെ, ഇനി അടുത്തൊരു ഷേപ്പ് നോക്കും. ഒരു ക്വാഡ്രിലേറ്ററൽ തന്നിട്ടുണ്ട്. ഇതാണ് അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇതേപോലെ ചെയ്യാം. ഇവിടെ 120 ആണെങ്കിൽ ടോട്ടൽ എത്ര വരുന്നത്, 180 ഡിഗ്രി ആണ്. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും, 60 ഡിഗ്രി. അല്ലെങ്കിൽ 180 മൈനസ് 120 ഈക്വൽ ചെയ്താലും കിട്ടും എത്രയാണ്, 60. എന്നാലും എന്ത് വരുള്ളൂ, 120യും 60യും കൂടെ ആഡ് ചെയ്താൽ 180 ഡിഗ്രി കിട്ടുള്ളൂ. 1ന്റെ സ്റ്റെപ്പ് വെച്ച് എഴുതാം, 120 പ്ലസ് എക്സ് ഈക്വൽ ടു 180 ഡിഗ്രി, ദെൻ എക്സ് ഈക്വൽ ടു 180 മൈനസ് 120 ഈക്വൽ ടു 60 ഡിഗ്രി എന്നുള്ള രീതിയിലും എഴുതാം. ഇനി ഇവിടെ 80 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, ഈ ഒരു കൺസെപ്റ്റ് വെച്ച് ടോട്ടൽ 180 ആണ് വരേണ്ടത്. ഇവിടെ 80 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും, 100. അങ്ങനെ വൈൻ്റെ വാല്യൂ കിട്ടിയ എത്രയാണ്, 100 ഡിഗ്രി. ഓക്കെ, ഇനി ഇവിടെ 60. അപ്പൊ 60 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും,
180 മൈനസ് 60 ഈക്വൽ ടു 120 എങ്കിൽ 120യും 60യും കൂടെ ആഡ് ചെയ്താൽ ഇവിടെ എന്ത് വരുള്ളൂ, ടോട്ടൽ 180 ഡിഗ്രി വരുള്ളൂ. ഇനി ഇവിടെ നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ആംഗിൾ ആദ്യം കാണും അല്ലേ. അപ്പോൾ തന്ന ആംഗിൾസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ 80 ഉണ്ട്, 120 ഉണ്ട്. 80 പ്ലസ് 120 200, 200 പ്ലസ് 60 260 അല്ലേ. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ആംഗിൾ എ എന്ന് കൊടുക്കാം. എങ്ങനെ എഴുതാം? 120 പ്ലസ് 80 പ്ലസ് 60 പ്ലസ് എ ഈക്വൽ ടു എത്രയാണ്? ഇതൊരു ക്വാഡ്രിലേറ്റർ ആണ്. അതിന്റെ സം ഓഫ് ആംഗിൾസ് എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. ക്വാഡ്രിലേറ്റർ എന്ന് പറഞ്ഞാൽ 4 സൈഡഡ് പോളിഗൺ ആണ്. അപ്പോൾ സം ഓഫ് ആംഗിൾ 360 ആണ്. സോ ഈക്വൽ ടു എന്ത് കൊടുക്കാം? 360. Then 180 plus 80 200, 200 plus 60 260 plus a equal to എത്രയാണ്? 360 ഡിഗ്രി. Then a equal to എന്തായിരിക്കും? 360 minus 260 equal to എത്രയാണ്? 100. ഓക്കെ, ഇപ്പം ഈ ഒരു ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 100. എന്നാലേ 100 പ്ലസ് 120 220, 220 പ്ലസ് 80 300, 300 പ്ലസ് 60 360 വരുള്ളൂ. നമുക്കറിയാം 4 സൈഡ് പോളിഗണിന്റെ സം ഓഫ് ആംഗിൾ എത്രയാണ്? 4 മൈനസ് 2 ഇൻറ്റു 180 ആണ്. സോ 4 മൈനസ് 2 എത്ര? 2 ഇൻറ്റു 180 ഈക്വൽ ടു 360 ഡിഗ്രി. ഓക്കെ, ട്രയാങ്കിളിന്റെ സം ഓഫ് ഇന്റീരിയർ ആംഗിൾ 180 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ക്വാഡ്രിലേറ്ററിന്റെ സം ഓഫ് ഇന്റീരിയർ ആംഗിൾ എത്രയായിരിക്കും? 360 ആയിരിക്കും. ഇനി 5 സൈഡഡ് ആണെങ്കിൽ 540 ആണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ 3 ഇന്റീരിയർ ആംഗിൾസ് എന്നാൽ ആദ്യം ഈ ഒരു ഇന്റീരിയർ ആംഗിൾ കണ്ടെത്തി എത്രയാണ്? 100. ഇനി 100 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് കാണാൻ പറ്റും. ഇത് ടോട്ടൽ 180 ഡിഗ്രി അല്ലേ ലീനിയർ പെയർ. ഇവിടെ 100ഉം ഇവിടെ എത്ര വരേണ്ടത്? 180 ഡിഗ്രി. അപ്പോൾ W എത്രയാണ്? 80 ഡിഗ്രി. ഓക്കെ, ഇനി ഇവിടെയും സം ഓഫ് ഇന്റീരിയർ ആംഗിൾ നോക്കാം. നമുക്ക് ട്രയാങ്കിളിന്റെ അല്ലെ എക്സ്റ്റീരിയർ ആംഗിൾ നോക്കാം. ട്രയാങ്കിളിന്റെ എക്സ്റ്റീരിയർ ആംഗിളിന്റെ സം 360 ഡിഗ്രി ആണെന്ന് കണ്ടു. ഇനി ക്വാഡ്രിലേറ്ററിന്റെ എക്സ്റ്റീരിയർ ആംഗിൾ എത്രയാണ് നോക്കാം. ഇവിടെ എത്രയാണുള്ളത്? ഓരോന്നായി നോക്കാം. എക്സ് 60 പ്ലസ് വൈ 100 പ്ലസ് സെറ്റ് 120 W 80. ഇതെല്ലാം കൂടെ ആഡ് 6 0 പ്ലസ് 0 പ്ലസ് 0 0. 6 പ്ലസ് 2 8, 8 പ്ലസ് 8 എത്രയാണ്? 16. റിമൈൻഡർ 1, 1 പ്ലസ് 1 2, 2 പ്ലസ് 1 എത്ര? 3. ഇതും എന്ത് തന്നെയാണ്? 360 ഡിഗ്രി. അപ്പോൾ നമ്മൾ പുതിയൊരു കൺസെപ്റ്റും കൂടെ പഠിക്കാൻ പോവാണ്. ഏതൊരു പോളിഗൺ എടുത്താലും ഓക്കെ, അത് ട്രയാങ്കിൾ ആകാം, ക്വാഡ്രിലേറ്റർ ആകാം, പെന്റഗൺ ആകാം. ഈ 1000 സൈഡിലെ പോളിഗൺ എടുത്താലും അതിന്റെ സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ്, സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ എപ്പോഴും ആയിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. ഏതൊരു പോളിഗൺ ആണെങ്കിലും സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് പഠിച്ച എന്താ? ഇന്റീരിയർ ആംഗിൾ സൈഡ് കൂടുന്നതിനനുസരിച്ച് കൂടും. കാരണം അതിന്റെ ഇക്വേഷൻ ഉണ്ട്. എന്താണ് ഇന്റീരിയർ ആംഗിൾസ് കാണാനുള്ള ഇക്വേഷൻ? സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ടു n മൈനസ് 2 ഇൻറ്റു 180 ഡിഗ്രി. അതാണ് ഇന്റീരിയർ ആംഗിൾ കാണാനുള്ള ഇക്വേഷൻ. എന്നാൽ എക്സ്റ്റീരിയർ ആംഗിൾ കാണാൻ ഇക്വേഷന്റെ ആവശ്യമില്ല. എപ്പോഴും ഒരേ വാല്യൂ ആയിരിക്കും. ഏത് പോളിനോമിയൽ എടുത്താലും അതിന്റെ സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് ഈക്വൽ ടു 360 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു പോയിന്റ് കൂടെ നോട്ട് ചെയ്യാം. ഈ പോളിഗോണിന്റെ സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് എത്രയായിരിക്കും? 360 ഡിഗ്രി. എക്സാമ്പിൾ 1, ഫൈൻഡ് മെഷർ എക്സ് ഇൻ ദ ഫോളോയിങ് ഫിഗർ. ഈ ഒരു ഫിഗറിൽ എക്സ് വേണം. ഓക്കെ, അപ്പൊ ഈ ഒരു പോളിഗൺ എത്ര സൈഡ് ഉണ്ട്? n ഈക്വൽ ടു 4. നമ്പർ ഓഫ് സൈഡ് എത്രയാണ്? 4 ആണ്. അപ്പൊ സം ഓഫ് ഇന്റീരിയർ ആംഗിൾ നോക്കാം. സം ഓഫ് ഇന്റീരിയർ ആംഗിൾ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, എന്നാലും ആ ഇക്വേഷൻ വെച്ചിട്ട് നോക്കാം. സം ഓഫ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ടു എത്രയാണ്? എന്താണ് ഇക്വേഷൻ? n മൈനസ് 2 ഇൻറ്റു 180 ഡിഗ്രി. n മൈനസ് 2 ഇൻറ്റു 180 ഡിഗ്രി. ഇവിടെ എത്ര സൈഡ് ഉണ്ട്? 4 സൈഡ് ഉണ്ട്. അപ്പോൾ അത് എന്തായിരിക്കും വരിക? 4 മൈനസ് 2 ഇൻറ്റു 180 ഡിഗ്രി. 4ന്ന് 2 മൈനസ് ചെയ്താൽ എന്താ? 2. അല്ലെങ്കിൽ 2 ഇൻറ്റു 180 ഈക്വൽ ടു 360 ഡിഗ്രി. ഓക്കെ, അപ്പൊ സം ഓഫ് ഇന്റീരിയർ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രിയാണ്. ഇനി എക്സ്റ്റീരിയർ അത് കാണേണ്ട ആവശ്യം ഉണ്ടാവും. നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. എപ്പോഴും അതൊരു ഫിക്സഡ് നമ്പർ ആയിരിക്കും. എക്സ്റ്റീരിയർ ആംഗിൾസ്, സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് ഈക്വൽ ടു അതും എന്ത് തന്നെയാണ്? 360 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പൊ ക്വാഡ്രിലേറ്ററിന്റെ പ്രത്യേകത എന്താ? അതിന്റെ ഇന്റീരിയർ ആംഗിളും 360 ഡിഗ്രിയാണ്. സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ എത്രയാണ്? 360 ഡിഗ്രിയാണ്. 4 സൈഡ് പോളിഗൺ ആണെങ്കിൽ അതിന്റെ ഇന്റീരിയർ ആംഗിളും 360 ഡിഗ്രി, എക്സ്റ്റീരിയറും 360. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ബാക്കി എക്സിന്റെ വാല്യൂ കാണണം. അത് നമുക്കറിയാവുന്ന കാര്യം എന്താ? ഇവിടെ എത്രയായിരിക്കും? ഇവിടെ 110. ഇത് ടോട്ടൽ ലീനിയർ പെയർ ആണല്ലോ. അവിടെ 110 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും?
70 എങ്കിൽ 110 പ്ലസ് 70 ഈക്വൽ ടു എന്ത് വരുള്ളൂ 180 ഡിഗ്രി വരുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ആംഗിൾ 70 ഡിഗ്രി. ഇതൊരു ലീനിയർ പെയർ ആണ്. ഇനി 50 ഇത് രണ്ടും എന്താണ് ഒരു ലീനിയർ പെയർ ആണ്. ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും 130 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇന്റീരിയർ കിട്ടി. ഇനി ഇവിടെ ഇത് ഈ സിമ്പിൾ കണ്ടാൽ തന്നെ മനസ്സിലാക്കുക എന്തിന്റെ നൊട്ടേഷൻ ആണ്, പെർപെൻഡിക്കുലർ ആണ് അല്ലെങ്കിൽ 90 ഡിഗ്രി ആണ്. അപ്പൊ ഇവിടെ 90 ഡിഗ്രി ആണെങ്കിൽ ഉള്ളിൽ തന്നെ ആയിരിക്കും 90 ഡിഗ്രി എങ്കിൽ 90 പ്ലസ് 90 ഈക്വൽ ടു 180 കിട്ടുള്ളൂ. ഇനി ഈ ഒരു ആംഗിൾ ഇല്ല അല്ല, അത് നമുക്ക് എ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പൊ എങ്ങനെ എ കാണും? ഇവിടെ ബാക്കിയുള്ള ഇന്റീരിയർ ഒക്കെ നോക്കി ഏതൊക്കെയാണ് 130 പ്ലസ് 90 പ്ലസ് 70 പ്ലസ് എ ഈക്വൽ ടു എത്രയാണ് 360 ഡിഗ്രി. ഓക്കെ, ഇന്റീരിയർ ആംഗിൾ സംബന്ധിച്ചാണ് 360 ഡിഗ്രി. 4 സൈഡ് പോളിഗൺ ആണ്. അപ്പോൾ 360 ഡിഗ്രി 90 പ്ലസ് 130 പ്ലസ് 70 പ്ലസ് എ ഈക്വൽ ടു 360 ഡിഗ്രി. ദെൻ 130 പ്ലസ് 70 200 പ്ലസ് 90 290 പ്ലസ് എ ഈക്വൽ ടു 360 ഡിഗ്രി. 290 പ്ലസ് എ ഈക്വൽ ടു എത്രയാണ് 360 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ എ എന്തായിരിക്കും എ ഈക്വൽ ടു 360 മൈനസ് 290. 360 മൈനസ് 290 ഈക്വൽ ടു എത്ര ഡിഗ്രിയാണ് 70 ഡിഗ്രി. എ ഈക്വൽ ടു എത്രയെന്ന് കിട്ടി 70 ഡിഗ്രി. ഓക്കെ, ദെൻ എ ഈക്വൽ ടു 70 ഡിഗ്രി ആണെങ്കിൽ എക്സ് എന്തായിരിക്കും? ഇത് രണ്ടും ലീനിയർ പെയർ ആണ്. അപ്പോൾ നമുക്കറിയാം എന്താ 70യും എക്സും കൂടെ ആഡ് ചെയ്താൽ 180 ഡിഗ്രി വേണം. അങ്ങനെയാണെങ്കിൽ എക്സ് എന്തായിരിക്കും 180 മൈനസ് 70 ഈക്വൽ ടു 110 ഡിഗ്രി. 180 മൈനസ് 70 ഈക്വൽ ടു 110 ഡിഗ്രി. അപ്പൊ നമ്മൾ ആ രീതിയിൽ ചെയ്താൽ 110 ഡിഗ്രി എന്ന് കിട്ടി. ഇനി അത്രയും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മളിപ്പോൾ അവസാനം പഠിച്ച പോയിന്റ് എന്താണ്? സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ എത്രയാണ്? സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് ഈക്വൽ ടു എത്രയാണ് 360 ഡിഗ്രി ആണ്. നമുക്ക് ആ ഒരു കൺസെപ്റ്റ് മാത്രം പോലെ ഇത് ചെയ്യാൻ എങ്ങനെ ചെയ്യാൻ പറ്റും? ഇവിടെ 90 ആണ്. ഈ ഒരു എക്സ്റ്റീരിയർ ആംഗിൾ 90 പ്ലസ് ഇവിടെ എത്രയുള്ളത് 50 പ്ലസ് ഇവിടെ എത്രയുള്ളത് 110 പ്ലസ് ഇവിടെ എത്രയുള്ളത് എക്സ്. ഓക്കെ, ഈ എക്സ്റ്റീരിയർ ആംഗിൾസിന്റെ സം എത്ര ഡിഗ്രി ആയിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും അല്ലെ? അങ്ങനെയാണെങ്കിൽ 90 പ്ലസ് 50 140 പ്ലസ് 110 ഈക്വൽ ടു എത്രയാണ് 250. then 250 പ്ലസ് എക്സ് ഈക്വൽ ടു എത്രയാണ് 360 ഡിഗ്രി. സോ എക്സ് ഈക്വൽ ടു എത്രയാണ് 360 ഡിഗ്രി മൈനസ് 250 ഈക്വൽ ടു 110 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഈ ഒരു എക്സ് മാത്രം ചോദിക്കുകയാണെങ്കിൽ ശരിക്കും എന്ത് ചെയ്താൽ മതി? ഇവിടെ ഈ ഒരു സ്റ്റെപ്പ് മാത്രം യൂസ് ചെയ്തിട്ട് കണ്ടാൽ മതി. എന്നാൽ പകരം ഇനി ഇവിടെയൊക്കെ എ അല്ലെങ്കിൽ ബി സി ഡി ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ മുഴുവനായിട്ട് കാണാനുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? നമ്മൾ മുമ്പ് യൂസ് ചെയ്ത സ്റ്റെപ്പ് വെച്ചിട്ടും ചെയ്യാം. ഓക്കെ, example 2. Find the number of sides of a regular polygon whose each exterior angles has a measure of 45 degree. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യന് പറഞ്ഞ കുറച്ച് ടേമുകൾ ശ്രദ്ധിക്കുക. എന്താണ് റെഗുലർ പോളിഗൺ? റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞാൽ ഓൾ സൈഡ്സ് ആർ ഈക്വൽ, ഓൾ ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ ഓൾ ആംഗിൾസ് ആർ ഈക്വൽ എന്ന് പറഞ്ഞാൽ എല്ലാ എക്സ്റ്റീരിയർ ആംഗിൾസും ഈക്വൽ ആയിരിക്കും, അതുപോലെ എല്ലാ ഇന്റീരിയർ ആംഗിൾസും ഈക്വൽ ആയിരിക്കും, അതുപോലെ ഓൾ സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഓക്കെ, ദെൻ ഓരോ എക്സ്റ്റീരിയർ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 45 ഡിഗ്രിയാണ്. അപ്പോൾ ഒരു പോളിഗൺ എത്ര സൈഡ് നമുക്കറിയില്ല. അപ്പോൾ ഈ ഒരു പോളിഗന്റെ എക്സ്റ്റീരിയർ ആംഗിൾസ് ഒക്കെ എത്ര ഡിഗ്രിയാണ്? 45 ഡിഗ്രിയാണ്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ എന്താ? എത്ര സൈഡ് ഉണ്ട്? ഫൈൻഡ് ദ നമ്പർ ഓഫ് സൈഡ്സ്. ഓക്കെ, അത് നമുക്ക് വേണ്ട എന്താ 45. ഒരു എക്സ്റ്റീരിയർ ആംഗിളിന്റെ 45 പ്ലസ് വീണ്ടും എക്സ്റ്റീരിയർ ആംഗിളിന്റെ 45 അതെല്ലാം കൂടെ ആഡ് ചെയ്താൽ ടോട്ടൽ നമുക്ക് അറിയാവുന്ന കാര്യം എന്താ? സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ എത്ര കിട്ടണം? സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് ഈക്വൽ ടു എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഏതൊരു പോളിഗൺ എടുത്താലും അതിന്റെ സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. അത് നമുക്ക് നോക്കണം. 45 പ്ലസ് 45 90 ആയിട്ടുള്ളൂ. അങ്ങനെ 45 ഇങ്ങനെ ആഡ് ചെയ്ത് എത്ര 45കൾ ആഡ് ചെയ്താലാണ് 360 ഡിഗ്രി ആവാൻ ചെക്ക് ചെയ്താൽ മതി. അത് കാണാൻ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് സൈഡ് ഈക്വൽ ടു എന്ത് ചെയ്യുക? 360 ആണെങ്കിൽ എത്ര 45 ആണ്? 360 ഡിഗ്രി ആണെങ്കിൽ എത്ര 45 ആണെന്ന് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? 360 ഡിവൈഡ് ബൈ 45 ചെയ്യാം. 360 ഡിവൈഡ് ബൈ 45 ചെയ്താൽ എന്തായിരിക്കും? ഈക്വൽ ടു 8.
ഓക്കെ, അപ്പൊ 845 ചേർന്നാലാണ് എന്ത് വരിക, 360 ഡിഗ്രി ആവുക. ഓക്കെ, അപ്പൊ എത്ര 45 കണ്ട്, 845 കണ്ട്, അപ്പൊ എത്ര സൈഡ് ഉണ്ടാകും, നമ്പർ ഓഫ് സൈഡും തന്നെ ആയിരിക്കും, നമ്പർ ഓഫ് സൈഡ് ഈക്വൽ ടു എത്രയാണ്, 8 സൈഡ് ഉണ്ടെങ്കിൽ എന്ത് വരുള്ളൂ, 845 വരുള്ളൂ. 845 ചേർന്നാൽ എന്ത് വരുള്ളൂ, 360 വരുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞാൽ എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പൊ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ആ മെഷർമെന്റ് 360 ഡിവൈഡ് ബൈ അത് ചെയ്ത് നോക്കാം. അവിടെ എത്ര കിട്ടി, 8. അതായത് 845 ചേർന്നാൽ എന്ത് വരുള്ളൂ, 360 ഡിഗ്രി ആവുള്ളൂ. അപ്പൊ ഈ ഒരു പോളിഗൺ എത്ര സൈഡ് ഉണ്ടാക്കും, നമ്പർ ഓഫ് സൈഡ് ഈക്വൽ ടു 8 ആയിരിക്കും. ഇനി എക്സസൈസ് 3.2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് എക്സ് ഇൻ ദ ഫോളോയിങ് ഫിഗേഴ്സ്. ഓക്കെ, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ഒരു ട്രയാങ്കിൾ. അപ്പൊ ട്രയാങ്കിൾ ആണ്, അതിന്റെ സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ, സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ, ഏതൊരു പോളിഗൺ ആണെങ്കിലും സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് എന്തായിരിക്കും, ഈക്വൽ ടു 360 ഡിഗ്രി, ഈക്വൽ ടു 360 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആംഗിൾ തന്നിട്ടുണ്ട് എത്രയാണ്, 125. 125 പ്ലസ് ഇവിടെ എത്ര ഉള്ളത്, അതും 125. 125 പ്ലസ് ഇവിടെ എന്താ ഉള്ളത്, എക്സ് ഈക്വൽ ടു എത്രയാണ്, 360 ഡിഗ്രി. വാട്ട് ഈസ് 125 പ്ലസ് 125? 125 പ്ലസ് 125 ഈക്വൽ ടു 250. 250 പ്ലസ് എക്സ് ഈക്വൽ ടു എത്രയാണ്, 360 ഡിഗ്രി. സോ എക്സ് ഈക്വൽ ടു എന്തായിരിക്കും, 360 മൈനസ് 250 ഈക്വൽ ടു എത്രയാണ്, 110 ഡിഗ്രി. ഓക്കെ, അപ്പൊ ഇവിടുത്തെ എക്സിന്റെ വാല്യൂ എത്ര ഡിഗ്രിയാണ്, 110 ഡിഗ്രി. ഇനി ഇതുപോലെ ഇത് ചെയ്യാലോ. ഇതും എന്താണ്, 1 2 3 4 5 എത്ര സൈഡ് പോളിഗൺ ആണെങ്കിലും ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്, സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസിന് മാറ്റില്ല, ഇന്റീരിയർ ആംഗിളെ പ്രശ്നമുള്ളൂ. ഇവിടെ ഒക്കെ എക്സ്റ്റീരിയർ തന്നിട്ടുള്ളത്. സോ സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് ഈക്വൽ ടു ഇവിടെയും എന്ത് 360 ഡിഗ്രി ആണ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് എക്സ് കാണാം. ഇവിടെ എത്രയുള്ളത്, ഈ ഒരു സിമ്പിൾ ശ്രദ്ധിക്കാൻ, 90 ഡിഗ്രി ആണ്, ഇത് 60 ഡിഗ്രി ആണ്. ഇവിടെ ഇന്റീരിയർ 90 ആണ്, അപ്പൊ എക്സ്റ്റീരിയർ തന്നെ ആയിരിക്കും, 90 ആയിരിക്കും. എങ്കിൽ ടോട്ടൽ എത്ര വരുള്ളൂ, 180 ഡിഗ്രി വരുള്ളൂ. ഇവിടെ എക്സ്, ഇവിടെ 70. എല്ലാ എക്സ്റ്റീരിയറും അവൈലബിൾ ആണ്, എക്സ് ഒഴികെയുള്ള. അപ്പൊ ഇനി എക്സ് കാണാൻ എന്ത് ചെയ്താൽ മതി, 70 പ്ലസ് 90 പ്ലസ് 60 പ്ലസ് 90 പ്ലസ് എക്സ് ഈക്വൽ ടു ഇവിടെ എന്ത് കൊടുക്കാം, ഈക്വൽ ടു 360 ഡിഗ്രി. then 70 plus 90 എത്രയാണ്, 160. 160 plus 60 220. 220 plus 90 equal to 310. 310 plus x equal to 360 degree. So x equal to എന്തായിരിക്കും, 360 minus 310 equal to എത്രയാണ്, 50 degree. Second question, find the measure of each exterior angle of a regular polygon of, first question 9 sides, second question 15 sides. Okay, നമുക്ക് വേണ്ട എന്താ, exterior angles. Okay, exterior angle കാണണം. പോളിഗൺ എന്താണ്, റെഗുലർ പോളിഗൺ ആണ്. സോ all angles are equal. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എത്ര സൈഡ് ആണുള്ളത്, 9 സൈഡ്. അപ്പൊ അതിന് ആൻസർ നോക്കാം. നമുക്കറിയാം സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ, sum of exterior angles equal to എത്ര ഡിഗ്രി ആണ്, 360 ഡിഗ്രി. അതിനെ 9 സൈഡ് ആകുമ്പോൾ 9 ഈക്വൽ പാർട്സ് ആക്കണം അല്ല. അപ്പൊ 360 9 ഈക്വൽ പാർട്ട് ആക്കണം എങ്ങനെ, 360 ഡിവൈഡഡ് ബൈ 9. ഓക്കെ, വാട്ട് ഈസ് 36 ഡിവൈഡ് ബൈ 9? 36 ഡിവൈഡ് ബൈ 9 ഈക്വൽ ടു 4. സോ 40 ഡിഗ്രി. So each angles of the given polygon is 40 degree. Okay, then second question, same question ആണ്, പക്ഷെ number of sides 15. Okay, so what's the angle? Angle equal to 360 divided by 15. ഇവിടെ 9 ആയിരുന്നു, but here it is 15 കാരണം 15 sides ആണ് ഉള്ളത്. Then 360 divided by 15 equal to എത്ര ആയിരിക്കും, ഡിവൈഡ് ചെയ്താൽ കിട്ടും, ഈക്വൽ ടു 24 ഡിഗ്രി. സോ ഈച്ച് ആംഗിൾ എത്ര ഡിഗ്രി ആണ്, 24 ഡിഗ്രി. തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ മെനി സൈഡ്സ് ഡസ് എ റെഗുലർ പോളിഗൺ ഹാവ് ഇഫ് ദ മെഷർ ഓഫ് ആൻ എക്സ്റ്റീരിയർ ആംഗിൾ ഈസ് 24 ഡിഗ്രി. നമ്മൾ ഓൾറെഡി എക്സ്റ്റീരിയർ ആംഗിൾ 45 ആണെങ്കിൽ അതിന് എത്ര സൈഡ് ഉണ്ടാവും കണ്ടു, അതുപോലെ ഇവിടെ 24 ഡിഗ്രി ആണ്. ഓക്കെ, സോ പോളിഗൺ റെഗുലർ പോളിഗൺ ആണ്. സോ നമ്പർ ഓഫ് സൈഡ്സ്, നമ്പർ ഓഫ് സൈഡ്സ് ഇതാണ് വേണ്ടത്.
ഓക്കെ, നമുക്കറിയാം ഒരു ആംഗിൾ 24 ഡിഗ്രി ആണെങ്കിൽ റെഗുലർ പോളിഗൺ ആയതുകൊണ്ട് തന്നെ എല്ലാ ആംഗിൾസ് എത്ര ഡിഗ്രി ആയിരിക്കും? 24 ഡിഗ്രി ആയിരിക്കും. അപ്പൊ എത്ര 24 ചേർന്നാലാണ് അത് 360 ആവുക? കാരണം നമുക്കറിയാം സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾസ് ഈക്വൽ ടു 360 ഡിഗ്രി ആണ്. സോ എത്ര 24 ചേർന്നാൽ അത് 360 ആവുന്ന നമുക്ക് അറിയണ്ടേ? സോ നമ്പർ ഓഫ് സൈഡ് അത് തന്നെയായിരിക്കും 360 ഡിവൈഡഡ് ബൈ 24. 360 ഡിവൈഡ് ബൈ 24. 36 divided by 24 equal to 1. 1 into 24 equal to 24. Remainder 12, then 0. Then 120 divided by 24 equal to 5. 5 into 24 equal to 120. So 15 sides ആണുള്ളത്. 15 24 ചേർന്നാൽ എന്ത് വരും? ടോട്ടൽ 360 ഡിഗ്രി വരും. സോ നമ്പർ ഓഫ് സൈഡ്സ് എത്രയാണ്? 15 sides. Then fourth question, how many sides does a regular polygon have if each of its ഇന്റീരിയർ ആംഗിൾ ഈസ് 165 ഡിഗ്രി? ഇവിടെയും റെഗുലർ പോളിഗൺ ആണ്, പക്ഷെ എന്താണ് മാറ്റം? മുമ്പ് എക്സ്റ്റീരിയർ ആംഗിൾ ആണ് തന്നിരുന്നത്, ഇവിടെ പകരം എന്താണ്? ഇന്റീരിയർ ആംഗിൾ ആണ്. നമുക്കറിയാവുന്ന കാര്യം എന്താ? ഓരോ പൊസിഷൻ ഇന്റീരിയറും എക്സ്റ്റീരിയറും കൂടെ ആഡ് ചെയ്താൽ എത്രയായിരിക്കും? ഇന്റീരിയർ പ്ലസ് എക്സ്റ്റീരിയർ ഈക്വൽ ടു എത്രയാണ്? ലീനിയർ പെയർ ആയിരിക്കും. ഈക്വൽ ടു എത്രയായിരിക്കും? 180 ഡിഗ്രി. ഏതൊരു പോളിഗന്റെയും ഇന്റീരിയറും എക്സ്റ്റീരിയറും എന്തായിരിക്കും? ലീനിയർ പെയർ ആയിരിക്കും. അപ്പൊ അത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇന്റീരിയർ തന്നാൽ എക്സ്റ്റീരിയർ സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റും. 165 പ്ലസ് എക്സ്റ്റീരിയർ ഈക്വൽ ടു 180 ഡിഗ്രി. സോ എക്സ്റ്റീരിയർ എത്ര ഉണ്ടാവുക? എക്സ്റ്റീരിയർ ഈക്വൽ ടു 180 മൈനസ് 165 ഈക്വൽ ടു 15. ഓക്കെ, അപ്പോൾ ഇന്റീരിയർ ആംഗിൾ നമ്മൾ എന്ത് കണ്ടെത്തി? ആ ഒരു പൊസിഷനിൽ എക്സ്റ്റീരിയർ ആംഗിൾ കണ്ടെത്തി. ഇതൊരു റെഗുലർ പോളിഗൺ ആയതുകൊണ്ട് തന്നെ എല്ലാ ആംഗിളും സെയിം ആയിരിക്കും. അപ്പൊ എല്ലാ ഭാഗത്തും ഇന്റീരിയർ 165ഉം എക്സ്റ്റീരിയർ 15 ഡിഗ്രി ആയിരിക്കും. ഇനി വേണ്ട എന്താ? നമ്പർ ഓഫ് സൈഡ്സ്. ഓക്കെ, സോ നമ്പർ ഓഫ് സൈഡ്സ് ഈക്വൽ ടു നമുക്കറിയാം എത്ര 15കൾ ആഡ് ചെയ്താലാണ് 360 ഡിഗ്രി ആവുക. സോ നമ്പർ ഓഫ് സൈഡ്സ് കാണാൻ എന്ത് ചെയ്യണം? 360 ഡിവൈഡ് ബൈ 15 ചെയ്യാം. 360 divided by 15 ചെയ്താൽ 36 divided by 15 equal to 36 divided by 15 2 into 15 30 remainder 6 60 divided by 15 equal to 4. Okay, so എത്ര sides ഉണ്ട്? 24 sides ഉണ്ട്. Fifth question, is it possible to have a regular polygon with measure of each exterior angle is 22 degree? Okay, അപ്പോൾ 22 ഡിഗ്രി ഉള്ള ഒരു റെഗുലർ പോളിഗൺ ഉണ്ടാവും. എക്സ്റ്റീരിയർ ആംഗിൾ 22 ഉള്ളൊരു റെഗുലർ പോളിഗൺ ഉണ്ടാവും നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ നമ്പർ ഓഫ് സൈഡ്സ് നോക്കാം. നമ്പർ ഓഫ് സൈഡ്സ് കാണാൻ എന്താ ചെയ്യാം? ഈക്വൽ ടു എത്രയാണ്? 360 ഡിവൈഡ് ബൈ 22 ചെയ്ത് നോക്കാം. സോ 360 ഡിവൈഡ് ബൈ 22 ഈക്വൽ ടു എത്രയാണ്? 1 into 22 22 then 140 ഡിവൈഡ് ബൈ 22 ചെയ്താൽ എത്രയായിരിക്കും? 6 into 2 12 6 into 2 12 132 റിമൈൻഡർ ആയിട്ട് എത്ര വന്നു? 8 വന്നു. ഓക്കെ, അത് വന്നാൽ 16 പോയിന്റ് സംതിങ് ആയിരിക്കും വരിക. നമുക്കറിയാം ഒരു പോളിഗന്റെ സൈഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? 3 4 5 എന്നുള്ള നാച്ചുറൽ നമ്പർ ആയിരിക്കും. അതിൽ ഡെസിമലോ മിക്സ്ഡ് ഫ്രാക്ഷനോ ഒന്നും ഉണ്ടാവില്ല. സോ നമുക്കിവിടെ എന്ത് കൺക്ലൂഡ് ചെയ്യാം? 360 ഡിവൈഡ് ബൈ 22 എന്തല്ല? കറക്റ്റ് ഒരു നാച്ചുറൽ നമ്പർ അല്ല. 3ക്ക് മുകളിൽ ഒരു നാച്ചുറൽ നമ്പർ കിട്ടിയാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? അതുകൊണ്ട് ഒരു പോളിഗൺ ഉണ്ടാവുള്ളൂ. സോ നമുക്ക് എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? നോട്ട് പോസിബിൾ. നോട്ട് പോസിബിൾ. ഓക്കെ, പോസിബിൾ ആവണമെങ്കിൽ എന്താവണം? ഈ ഇവിടെ എഴുതേണ്ട നമ്പർ 360യുടെ ഡിവൈസർ ആവണം. എന്നാൽ ഇവിടെ ഡിവൈസർ ആണോ? അല്ല. സിൻസ് 22 is not a divisor of 360. ഓക്കെ, മുമ്പുള്ള ക്വസ്റ്റിനൊക്കെ എന്തായിരുന്നു? 45. ആ 360 ഡിവൈഡ് ബൈ 45 നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിച്ചിരുന്നു. 15 360 ഡിവൈഡ് ബൈ 15 അതും ചെയ്യാൻ സാധിച്ചിരുന്നു. 45 15 24 ഇതൊക്കെയാണ് നമ്മൾ മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ. ഈ 45 ആണെങ്കിലും 15 ആണെങ്കിലും 24 ആണെങ്കിലും ഒക്കെ എന്താണ്? 360ന്റെ ഡിവൈസേഴ്സ് ആണ് അല്ലെ? അല്ലെങ്കിൽ 45ന്റെ മൾട്ടിപ്ലിസിന് 360 ഇതിനൊക്കെ മൾട്ടിപ്ലിസിന് 360 ഉണ്ടാകും. എന്നാൽ ഇവിടെ 22 ആണ്. 360ന്റെ ഡിവൈസർ അല്ല 22. അല്ലെങ്കിൽ 360 ഡിവൈഡ് ബൈ 22 ചെയ്താൽ റിമൈൻഡർ വരും. അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് സൈഡ് എന്ത് വരും? ഡെസിമൽ വരും. അങ്ങനെ പോളിഗൺ പോസിബിൾ ആണോ? അല്ല. സോ സിൻസ് 22 ഈസ് നോട്ട് എ ഡിവൈസർ ഓഫ് 360 ഡിഗ്രി, സോ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഇനി അതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ക്യാൻ ഇറ്റ് ബി ആൻ എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ? അപ്പൊ ഇനി ഇന്റീരിയർ, ഇനി ഇവിടെ ഇന്റീരിയർ 22 ആയാൽ ഓക്കെ, ക്യാൻ ഇറ്റ് ബി ആൻ
ഇന്റീരിയർ ആംഗിൾ. അപ്പോൾ ഇന്റീരിയർ 22 ആണെങ്കിൽ എക്സ്റ്റീരിയർ എന്തായിരിക്കും? ഇന്റീരിയർ 22 ആണെങ്കിൽ എക്സ്റ്റീരിയർ എന്തായിരിക്കും? 180 മൈനസ് 22 ഈക്വൽ ടു 158. ഓക്കെ, സോ ഇനി ഇവിടെ നമ്പർ ഓഫ് സൈഡ് കാണുമ്പോൾ എന്തായിരിക്കും? 360 ഡിവൈഡ് ബൈ 158. 158 360ന്റെ ഡിവൈസർ ആണോ? അല്ല. അതുകൊണ്ട് എന്തല്ല, ഇവിടെയും പോസിബിൾ അല്ല. ഇതെന്തല്ല, 158 നോട്ട് എ ഫാക്ടർ ഓഫ് 360. അപ്പോൾ ഇവിടെ എന്തല്ല, നോട്ട് പോസിബിൾ. അപ്പോൾ ഒന്നും കൂടെ ശ്രദ്ധിക്കാം, രണ്ട് ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ഉള്ളത്. ഒന്നെങ്കിൽ 22 ഇന്റീരിയർ ആയതും വേണം, അതുപോലെ 22 എക്സ്റ്റീരിയർ ആയതും വേണം. എക്സ്റ്റീരിയർ ആകുമ്പോൾ സിമ്പിളായി ചെയ്യാൻ പറ്റും. 360 ഡിവൈഡ് ബൈ 22 ചെയ്താൽ നമുക്ക് കറക്റ്റ് ഒരു നമ്പർ കിട്ടൂല, റിമൈൻഡർ വരും. ഓക്കെ, അതുകൊണ്ട് 360 ഈ 22 എന്തല്ല, 360ന്റെ ഫാക്ടർ അല്ല, സോ നോട്ട് പോസിബിൾ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? ഇന്റീരിയർ 22 ആയാലും, ഇന്റീരിയർ 22 ആണെങ്കിൽ എക്സ്റ്റീരിയർ എത്ര ആയിരിക്കും? 180 മൈനസ് 22 ഈക്വൽ ടു 158 ആയിരിക്കും. ഓക്കെ, ഇനി 158 360ന്റെ ഫാക്ടർ ആണോ? അല്ല. അപ്പോൾ എക്സ്റ്റീരിയറും പോസിബിൾ അല്ല, ഇന്റീരിയറും പോസിബിൾ അല്ല. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മിനിമം ഇന്റീരിയർ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ? വൈ? വാട്ട് ഈസ് ദ മാക്സിമം എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ? ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് റെഗുലർ പോളിഗൺ നോക്കാം. 3 സൈഡ് അല്ലെങ്കിൽ ഇക്വലേറ്റർ ട്രയാങ്കിൾ, സ്ക്വയർ, ഇതൊക്കെയാണ് റെഗുലർ പോളിഗന്റെ എക്സാമ്പിൾ. ഓക്കെ, ദെൻ ഇവിടെ സം ഓഫ് ഇന്റീരിയർ ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി ആണല്ലോ. ദെൻ അതിൻ്റെ ഒരു ആംഗിൾ എത്രയായിരിക്കും? അപ്പോൾ എല്ലാ ആംഗിൾസും ഈക്വൽ ആണ് റെഗുലർ ആയതുകൊണ്ട് തന്നെ. സോ ഒരു ആംഗിൾ എത്രയായിരിക്കും? 180 ഡിവൈഡ് ബൈ 3 ഈക്വൽ ടു എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രി. എല്ലാ ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രി. റെഗുലർ ആണ്, എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. എല്ലാ ക്വസ്റ്റ്യനും ഈ ഒരു ടേം ഉണ്ട്, അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കാം. ഓക്കെ, റെഗുലർ പോളിഗൺ. അപ്പോൾ സ്ക്വയറിന്റെ ട്രയാങ്കിളിന്റെ റെഗുലർ പോളിഗൺ ആണെങ്കിൽ അതിന്റെ ഓരോ ആംഗിൾ എത്രയായിരിക്കും? 60 ഡിഗ്രി. എന്നാൽ ക്വാഡ്രിലേറ്ററൽ ഇവിടെ സ്ക്വയർ ആണ്, അപ്പോൾ അതിന്റെ സം ഓഫ് ആംഗിൾ എത്രയാണ്? 360 ഡിഗ്രി. ഓരോ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 90 90 90 90. ഓക്കെ, അപ്പോൾ 60 90 ഇതിങ്ങനെ കൂടാണ്. അപ്പോൾ മിനിമം ആയിട്ട് വരുന്നത് ഏത് പോളിഗണിലാണ്? ട്രയാങ്കിളിലാണ്. അതിന്റെ ഇന്റീരിയർ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രി. ഓക്കെ, ഇനി ഇന്റീരിയർ ചെറുതാവുന്നതിനനുസരിച്ച് എക്സ്റ്റീരിയർ വലുതാവുക ചെയ്യാം. ഇവിടെ ഈ 60 ആയതുകൊണ്ട് ഇവിടെ എത്ര ഉണ്ടാവുക? 120 ഡിഗ്രി. ഇവിടേക്ക് എന്തായിരിക്കും? 120 ഡിഗ്രി. ഇവിടെ 120 ഡിഗ്രി. ഓക്കെ, എന്നാൽ ഇവിടെ എത്ര ഉണ്ടാവാം? ഇവിടെ ഇന്റീരിയർ 90 ആയതുകൊണ്ട് എക്സ്റ്റീരിയറും 90. ഇവിടേക്ക് എക്സ്റ്റീരിയർ എത്ര ആയിരിക്കും? 90. അപ്പോൾ ഇനി ഓരോ ക്വസ്റ്റ്യൻ ആൻസർ നോക്കിക്കോളൂ. വാട്ട് ഇസ് ദ മിനിമം ഇന്റീരിയർ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ? അപ്പോൾ മിനിമം ഇന്റീരിയർ ആംഗിൾ ആയിട്ട് വരുന്നത് ഏതാണ്? 60 ഡിഗ്രി ആണ്. അത് ഏതാണ് ഷേപ്പ്? ഇക്വലേറ്റർ ട്രയാങ്കിൾ. ഇക്വലേറ്റർ ട്രയാങ്കിൾ. ബാക്കിയുള്ള സ്ക്വയർ ആണെങ്കിൽ അതിനേക്കാൾ കൂടും, 90 ഡിഗ്രി ആകും. പിന്നെ മുകളിലേക്ക് പോകുന്നതനുസരിച്ച് കൂടാ ചെയ്യാം. അപ്പോൾ മിനിമം ഇന്റീരിയർ ആംഗിൾ ഓഫ് എ റെഗുലർ പോളിഗൺ എത്രയാണ്? 60 ഡിഗ്രി. ഏതാണ് ഷേപ്പ്? ഇക്വലേറ്റർ ട്രയാങ്കിൾ. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ മാക്സിമം എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് പോസിബിൾ ഫോർ എ റെഗുലർ പോളിഗൺ? എക്സ്റ്റീരിയർ മാക്സിമം ഇതിലെ വരുന്നത് അതും ട്രയാങ്കിളിലാണ്. ഇവിടെ മിനിമം ആണ് ചോദിച്ചിട്ടുള്ളത്, എക്സ്റ്റീരിയർ മാക്സിമം. അപ്പോൾ ഇവിടെ മിനിമം ആയതുകൊണ്ട് ഇവിടെ എക്സ്റ്റീരിയർ എത്രയായിരിക്കും? മാക്സിമം. അപ്പോൾ അത് 120 ഡിഗ്രി ആണ്. അതും ഷേപ്പ് എന്ത് ഇക്വലേറ്ററൽ ട്രയാങ്കിൾ തന്നെ. Hope this video was up to your expectations. See you in the next video. Till then, bye. Homework makes maths easy.